രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനെന്നും 16 വയസ്സാണെന്ന് പ്രജ്ഞാപ്രഭാവ് ദേശീയ സംയോജക് ജെ നന്ദകുമാർ. ശതാബ്ദി നിറവിൽ നിൽക്കുന്ന സംഘത്തിന്റെ സർസംഘചാലക് ജെൻസിയോടും ജൻ ആൽഫയോടും സംവദിക്കുന്നതിൽ ആശ്ചര്യപ്പെട്ട മാധ്യമ പ്രവർത്തകരോടക്കമുള്ളവരോടായിരുന്നു നന്ദകുമാറിന്റെ പ്രതികരണം. RSS എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ചാലകശക്തി ജെൻസി തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. സംഘത്തിന്റെ തുടക്കവും വളർച്ചയും വികാസവുമെല്ലാം യുവാക്കളിലൂടെയെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ചൂണ്ടിക്കാട്ടിയ ജെ നന്ദകുമാർ, സംഘം എല്ലാ പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോയത് അതാത് തലമുറകളിലെ കുട്ടികളുടെ സംഘബോധവും സമർപ്പണബോധവും കൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞു. ഡോക്ടർ ജിയുടെ കാലം മുതൽ ചെറുപിള്ളേരുടെ സംഘമെന്നും കുട്ടിക്കളിയെന്നും മറ്റുമുള്ള ആക്ഷേപങ്ങൾ കേട്ടാണ് സംഘം വളർന്നത്. സംഘം പലതവണ നിരോധിക്കപ്പെട്ടപ്പോഴും അടിയന്തരാവസ്ഥ പോലെയുള്ള വെല്ലുവിളികൾ ഉയർന്നപ്പോഴും അവയൊക്കെ സധൈര്യം നേരിട്ടതും യുദ്ധമുഖത്തും ദുരന്തമുഖത്തും സേവന സന്നദ്ധരായി അണിനിരുന്നതുമെല്ലാം സംഘത്തിന്റെ യുവ സേവകരായിരുന്നു എന്ന് ജെ നന്ദകുമാർ ചൂണ്ടിക്കാട്ടി. സംഘകാര്യം നിർവഹിക്കാൻ മർദ്ദനമേറ്റതും ജീവത്യാഗം ചെയ്തതും മാറി മാറി വന്ന തലമുറകളിലെ യുവാക്കൾ തന്നെയെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ശാഖ 1 നിന്ന് 88,949 എത്തി നിൽക്കുമ്പോൾ അതിൽ ബഹുഭൂരിപക്ഷവും നടത്തുന്നതും നിലനിർത്തുന്നതും ജെൻസി സ്വയം സേവകരും കാര്യകർത്താക്കളുമാണെന്ന് ജെ നന്ദകുമാർ ചൂണ്ടിക്കാട്ടി. സംഘത്തിന്റെ ശതാബ്ദി വർഷ പരിപാടികളിലെ ജെൻസി പങ്കാളിത്തം അഭൂതപൂർവമായിരുന്നു. 2025 വിജയദശമി ഉത്സവത്തിൽ പങ്കെടുത്ത തരുണരായ കുട്ടികൾ 2,78,186 ആയിരുന്നു. ബാലവിഭാഗത്തിൽ നിന്നും 5,36,955 പേരാണ് പങ്കെടുത്തത്. 100ാം വർഷ പദസഞ്ചലനങ്ങളിലെ സാന്നിധ്യം തരുണ വിഭാഗത്തിലെ 21,62,155 ആണ്. ബാലകന്മാർ 3,83,663 ആണ്. ഇവർ പൂർണ്ണ ഗണവേഷത്തിലാണ് പദസഞ്ചലനങ്ങളിൽ എത്തുന്നത്. സമൂഹത്തിലെ സമസ്ത മേഖലകളിൽ നിന്നുമുള്ള സംഘകാര്യം നിർവഹിക്കാനെത്തിയ സ്വയം സേവകരാണിവർ. ഇതേ പ്രായത്തിലുള്ള സംഘ അനുഭാവികളും അഭ്യുദയകാംക്ഷികളും കോടിക്കണക്കിനുണ്ട്. സംഘം 100ന്റെ നിറവിലെത്തുമ്പോഴും പ്രായം 16 തന്നെയെന്ന് ജെ നന്ദകുമാർ ഈ കണക്കുകൾ ഉദ്ധരിച്ച് വ്യക്തമാക്കുന്നു. ഈ കണക്കെടുപ്പിൽ ABVPയെ പ്രത്യേകം പരിഗണിക്കണമെന്നും വിദ്യാഭാരതിയുടെ നേതൃത്വത്തിലുള്ള 8,000-ലധികം വരുന്ന വിദ്യാലയങ്ങളിൽ നിന്ന് ആദർശ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും പ്രതികരിക്കുന്നത് ഇതേ തലമുറയെ തന്നെയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. സർസംഘചാലകിന്റെ ആഹ്വാനം ഏറ്റെടുത്ത് വിസ്താരകന്മാരായി ശതാബ്ദി വർഷത്തിൽ 2 വർഷ കാലയളവിൽ മുഴുവൻ സമയ പ്രവർത്തകരായത് 2,453 പേരാണ്. സംഘം കഴിഞ്ഞ 100 വർഷങ്ങളിൽ ചെയ്തത് ചുരുക്കത്തിൽ രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ 50 വയസ്സുകാരനോടൊപ്പം ഒരു 5 വയസ്സുകാരനും ക്രിയാത്മക സംഭാവനകൾ ചെയ്യാൻ കഴിയുമെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ചാലകശക്തി ഇന്നത്തെ ജെൻസി തന്നെയാണ്. ദിശാബോധവും കർമ്മശേഷിയും ദേശീയ ബോധവുമുള്ള ഒരു പുതുതലമുറ നമ്മുടെ സമൂഹത്തിൽ സജീവമായി തന്നെയുണ്ടെന്നതിന് ശാഖകൾ തന്നെയാണ് മികച്ച ഉദാഹരണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പുതിയ കാലത്തേക്കുള്ള രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ രൂപപ്പെടുത്തുന്നത് നമ്മുടെ പുതിയ തലമുറ തന്നെയാണ്. രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ഒരു പൊതുവേദിയിൽ വന്ന ജെൻസി കുട്ടികൾ സർസംഘചാലകമായി സംവദിക്കുന്നതാണ് പൊതുജനം മാധ്യമങ്ങളിലൂടെ ഇന്ന് കണ്ടത്. എന്നാൽ പൂജനീയ സർസംഘചാലകം മറ്റ് സംഘകാര്യകർത്താക്കളും കഴിഞ്ഞ 100 വർഷങ്ങളായി ഇതേ കുട്ടി സംഘങ്ങളോട് നിരന്തരം സംവദിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നതും നാം ഓർക്കണം. അത് അവരുടെ സ്ഥാനങ്ങളിൽ അങ്ങോട്ട് പോയി കണ്ട് അവരുടെ ഭാഷയിലാണെന്ന് മാത്രം. 100ാം വർഷത്തിലും 16 വയസ്സിന്റെ ചുറുചുറുക്കോടുകൂടി സംഘം പ്രവർത്തന നിരതമായി കൊണ്ടിരിക്കുന്നതിന്റെ രഹസ്യവും ഇതുതന്നെയെന്ന് പറഞ്ഞുകൊണ്ടാണ് ജെ നന്ദകുമാർ ദേശീയ ദിനപത്രത്തിലെ ലേഖനം അവസാനിപ്പിക്കുന്നത്. ജനം, ഡൽഹി.